അപ്പോൾ വാൽവിന്റെ ഓപ്പറേഷൻ വാൽവ് മാറ്റി വെക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ കഴിഞ്ഞാലും മരുന്നൊന്നും അങ്ങനെ കഴിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കൗൺസിലിംഗിൽ പങ്കെടുത്തപ്പോഴത്തേക്കും ആജീവാനന്ദം മരുന്ന് കഴിക്കേണ്ടി വരും, വാൽവ് ഒരെണ്ണം മാറ്റി വെക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ കോട്ടയം ജില്ലയിൽ ഇരാറ്റുപേട്ട സ്വദേശിയാണ്. ഇബ്രാഹിംകുട്ടി എന്നാണ് എൻ്റെ പേര്. ഞാൻ ഒരു ഹിരണ്യ സംബന്ധമായ സർജറിക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ സമീപിച്ചായിരുന്നു. ആ സമയത്ത് എനിക്ക് ചില കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഹിരണ്യ സംബന്ധമായ രോഗമല്ല, പ്രധാനമായിട്ടും നിങ്ങളുടെ ഒരു വാൽവ് തകരാറാണെന്ന് പറഞ്ഞു. അപ്പോൾ വാൽവിന്റെ ഓപ്പറേഷൻ വാൽവ് മാറ്റി വെക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ വാൽവ് മാറ്റി വെക്കാനുള്ള അതിൻ്റെ പ്രൊസീജിയറിലേക്ക് മാറി. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്കും പിന്നെ കൊറോണ വന്നു. ഓപ്പറേഷൻ അതിന്റെ പ്രൊസീജിയറൊക്കെ പൂർത്തിയായപ്പോഴത്തേക്കും പെൻഡിങ്. ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഇതിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് കിട്ടുകയും വാൽവ് മാറ്റിവെക്കാനുള്ള കൗൺസിലിങ്ങിന് വരെ പങ്കെടുത്തപ്പോഴത്തേക്കും ആദ്യമൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞാലും മരുന്നൊന്നും അങ്ങനെ കഴിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കൗൺസിലിംഗ് പങ്കെടുത്തപ്പോഴത്തേക്കും ആജീവാനന്ദം മരുന്ന് കഴിക്കേണ്ടി വരും, വാൽവ് ഒരെണ്ണം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുകയും മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആകുകയും ചെയ്തിരുന്നു. അങ്ങനെ അഡ്മിറ്റായി ഓപ്പറേഷന്റെ തലേദിവസം രാത്രി എൻ്റെ ബ്ലഡ് പരിശോധിച്ചപ്പോഴത്തേക്കും തൈറോയിഡ് കൂടുതലാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും ഓപ്പറേഷൻ ചെയ്യാതെ രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചു വിട്ടു. എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയുടെ സുഹൃത്തുമൊക്കെ ഒരു അക്യുപഞ്ചർ ചികിത്സയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ എന്നോടും പലരും പറഞ്ഞു, നമുക്ക് 2 പ്രാവശ്യം അള്ളാഹു നമ്മളെ വഴി മാറ്റി വിട്ടു, ഇനി നമുക്കൊന്ന് മാറ്റി പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഇവിടെ നിസാർ സാറിൻ്റെ അടുത്ത് വന്നു. ആദ്യം ഇവിടെ ഒരു 11 ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വീട്ടിൽ പോയി. പിന്നീട് വീട്ടിലിരുന്നുകൊണ്ട് ഒരു 20 കൂടെ ചെയ്തു. പിന്നീട് ഇപ്പോൾ ആഴ്ചയിൽ ഒരേ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. എനിക്കിപ്പോൾ അതിൻ്റെതായ ശാരീരികപരമായ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഹിരണ്യ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കുറവുണ്ട്. നേരത്തെ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കാലിന് കട്ടുകിഴപ്പ്, വേദന, മറ്റു സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് മാറ്റമുണ്ട്, പ്രതീക്ഷയുണ്ട്.